നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ശ്വേതവരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായിട്ടുള്ള വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. ഇന്ന് കലിയുഗം തുടങ്ങിയിട്ട് 5126ാമത്തെ വർഷമാണ്. കലിദിന സംഖ്യ വരുന്നത് 18,72,428ാമത്തെ ദിവസമാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വർഗാരോഹണം മുതൽക്കുള്ള ദിവസം എണ്ണുമ്പോഴാണ് ഈ 18,72,428ാമത്തെ ദിവസമായിട്ട് വരുന്നത്. കൊല്ലവർഷക്കണക്കനുസരിച്ച് 1200 കർക്കടകം 21 ശകവർഷം 1947 ശ്രാവണമാസം 15-ാം തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 ഓഗസ്റ്റ് മാസം 6-ാം തീയതിയാണ്. ശുക്ലപക്ഷമാണ്. ശുക്ലപക്ഷത്തിലെ ദ്വാദശി തിഥിയാണ്. അത് ഉച്ചയ്ക്ക് 2:08 വരെയുള്ള സമയത്താണ് ദ്വാദശി തിഥി വരുന്നത്. കരണം വരുന്നത് പുലിക്കരണമാണ്. നിത്യയോഗം വൈധൃതി നാമ നിത്യയോഗമാണ്. അത് രാവിലെ 7:17 വരെ മാത്രമാണ് വൈധൃതി നാമ നിത്യയോഗമുള്ളത്. ഇന്ന് നാൾ മൂലമാണ്. അത് ഉച്ചയ്ക്ക് 12:59 വരെയുള്ള സമയത്താണ് മൂലം നക്ഷത്രമുള്ളത്. ഞാറ്റുവേല ആയില്യം ഞാറ്റുവേലയാണ്. ദിവസം ബുധനാണ്. ബുധൻ്റെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:18 ഉദയം സംഭവിക്കുന്നു. വൈകിട്ട് 6:41 അസ്തമയം സംഭവിക്കുന്നു. ദിനമാനം വരുന്നത് 12 മണിക്കൂർ 22 മിനിറ്റ് 60 സെക്കൻഡാണ്. ഈ ദിനമാനത്തിൽ ദിവസേന വരുന്നതായിട്ടുള്ള കുറവ് നമുക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ ദക്ഷിണായന കാലമാകയാൽ അത് കുറഞ്ഞുകൊണ്ടിരിക്കും. പകലിൻ്റെ ദൈർഘ്യം കുറഞ്ഞുകൊണ്ടിരിക്കും. രാഹുകാലം സംഭവിക്കുന്നത് ഉച്ചയ്ക്ക് 12:29 മുതൽക്ക് 2:02 വരെയുള്ള സമയത്താണ്. ഗുളികകാലം വരുന്നത് രാവിലെ 10:56 മുതൽക്ക് 12:29 വരെയുള്ള സമയത്താണ്. യമകണ്ഠക കാലം വരുന്നത് രാവിലെ 7:51 മുതൽക്ക് 9:24 വരെയുള്ള സമയത്താണ്. രാഹു, ഗുളിക, യമകണ്ഠക കാലങ്ങൾ പൊതുവെ വർജ്യങ്ങളാണ്. യാത്ര മുതലായിട്ടുള്ളവയ്ക്ക് ഇല്ലാത്തതാണ്. ഇന്ന് ചന്ദ്രാഷ്ടമം വരുന്നത് ഇടവക്കൂറുകാർക്കാണ്. കാർത്തിക മുക്കാല്, രോഹിണി, മകയിരത്തര ഇങ്ങനെയാണ് ഈ നാൾ, അഥവാ കാർത്തിക രോഹിണി മകയിരം നക്ഷത്രക്കാർക്കാണ് ഇന്ന് ചന്ദ്രൻ അഷ്ടമത്തിൽ വരുന്നത്. ഈ നാളുകാർക്ക് ഇന്നത്തെ ദിവസം പുതിയ സംരംഭങ്ങൾ തുടങ്ങുക, യാത്ര പോവുക മുതലായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് ഉച്ചയ്ക്ക് 12:05 മുതൽക്ക് 12:27 വരെയും മധ്യത്തിലുള്ള 4 മിനിറ്റ് വർജിച്ച് 12:31 മുതൽക്ക് 12:53 വരെയാണ്. 12:05 മുതൽക്ക് 12:53 വരെയുള്ള സമയത്താണ് അഭിജിത്ത് മുഹൂർത്തം. ഈ മുഹൂർത്തം മറ്റ് മുഹൂർത്തങ്ങളില്ലാതെ വരികയും വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങൾ നാള് പക്കം മുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും നോക്കാതെ തന്നെ എടുക്കാവുന്ന ഒരു മുഹൂർത്തമായിട്ട് ആചാര്യന്മാരുടെ വിധിയുണ്ട്. ഇന്ന് നക്ഷത്രം വരുന്ന മൂലം നക്ഷത്രമാണ്. വനം, ഉദ്യാനം, ആരാമം അല്ലെങ്കിൽ യുദ്ധം, വിഗ്രഹങ്ങൾ ഉണ്ടാക്കുക, അത് സന്ധി ചേർക്കുക, അതുപോലെ വാപി, കൂപ, തടാകങ്ങൾ നിർമ്മിക്കുക, കിണർ കുഴിക്കുക മുതലായിട്ടുള്ള, കുളം കുഴിക്കുക മുതലായിട്ടുള്ള കാര്യങ്ങൾ, കൃഷി മുതലായിട്ടുള്ളവയ്ക്കാണ് ഈ മൂലം നക്ഷത്രം അനുകൂലമായിട്ടുള്ളത്. മറ്റു ശുഭകർമ്മങ്ങൾക്ക് വിധിച്ചിട്ടില്ല. ദ്വാദശി തിഥി അനുകൂലമാണ്. വിവാഹാദി കാര്യങ്ങൾക്കും മറ്റ് മംഗളകർമ്മങ്ങൾക്കും ഒക്കെ നല്ലതാണ്. എന്നാൽ യാത്രയും എണ്ണ തേച്ച് കുളിയും എന്ന ഈ ദ്വാദശി തിഥിക്ക് വർജ്യമാണ്. നമസ്കാരം.